അങ്ങനെ എല്ലാരും പബ്ലിക്കായിട്ട് ഒരു പ്രൊജക്ടർ ഇട്ടാ കാണുന്നത്. അങ്ങനെ അവൻ അവൾക്ക് വേണ്ടി സീറ്റ് പിടിച്ചിരിക്കുമ്പോഴാണ് ഇവൾ അടുത്തേക്ക് വന്നുണ്ട് അവൻ ഇവൾക്ക് കുറെ വീർക്കെന്ന് പറഞ്ഞ് ആ ജ്യൂസ് എടുത്ത് ഇവളുടെ ഫേസിനകത്തേക്കും. അതോടെ ഇംസോളിന് ഇവന്റെ അടുത്തുള്ളപ്പോ എല്ലാം ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ ഇംസോളിന്റെ കൂടെ ഒരുമിച്ച് മാച്ച് ആണെന്ന് അറിഞ്ഞ് കൂട്ടുകാരി വീട്ടിലേക്ക് ചിക്കനായിട്ടൊക്കെ വരുമ്പോഴാണ് അതേസമയം അവൾ അവിടെ കാണത്തില്ല. ഇതോടെ അവളും അവിടെ നിന്ന് തിരിച്ചവളുടെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ചേട്ടന് വേണേ പോയിക്കോന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞുവിടാൻ നോക്കുമ്പോഴാണ് അവളുടെ കൈ ചിക്കൻ ഉള്ളത് കാണുന്നത്. അതോടെ പെട്ടെന്ന് അവളെ തടഞ്ഞു നിർത്തിയിട്ട് ഹ്യുൻജയ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് നീ തിരിച്ചു പോകാവോ പ്ലീസ്, എനിക്ക് വേണ്ടി നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യ്, അല്ലെങ്കിൽ ആ ചിക്കൻ മൊത്തത്തിൽ വേസ്റ്റ് ആയിപ്പോ. എന്നിട്ട് അവൻ ആ ചിക്കന് വേണ്ടി അവളെ പിടിച്ചെടുത്തുമ്പോഴാണ് ഇവൾക്ക് വേണ്ടിയെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ ഇംപ്രസ് ആയി പോകും. അങ്ങനെ ഇവർ രണ്ടൊരു ബേസ്ബോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ചേട്ടനും ഓരോന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവൾക്ക് ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതോടെ അവള് മനസ്സിൽ വിചാരിക്കും ഏതൊരു കാരണവശാലും ഇവനോട് ഒരു പ്രേമത്തിലാവലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇംസോളിന്റെ ചേട്ടനെ കാണും തോറും ഇവള് മൊത്തത്തിൽ വീണു പോകും. അതോടെ അവൾക്ക് തന്നെ മനസ്സിലായി ഇവൾക്ക് ഇംസോളിന്റെ ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ അതും ആലോചിച്ച് അവള് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ചേട്ടനൊരു ഫോൺ കോൾ വരും. ഹേ ബേബി, എത്ര സമയമായിട്ട് നിന്റെ കോളിന് വെയിറ്റ് ചെയ്യാ, എന്തുവാ നീ വിളിക്കാത്ത? എന്നിന് ചേട്ടന്റെ ഗേൾഫ്രണ്ടായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേക്കും. എന്തുവാ നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? എന്നിന് ഇവള് ഷോക്കാകുമ്പോഴാണ് അവനും എന്തോ പറ്റി, എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായിക്കോടെ, എനിക്കൊന്ന് അത്രയ്ക്കും കുറവാണോ? എന്നിന് ചേട്ടനും ചൂടാകുമ്പോഴാണ് ഈ കാര്യം എന്താടാ മുമ്പേ പറയത്തെന്ന് പറഞ്ഞ് അവള് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ സുൻജയും ഇംസോളും കൂടെ രാത്രി വരെ ആ മത്സരം കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സുൻജയും ഈ മാച്ചിന് ശേഷം അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവൻ തീരുമാനിച്ചിരിക്കും. കാരണം അന്ന് പ്രൊപ്പോസ് ചെയ്ത് ഇവൾ അറിഞ്ഞില്ലെന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു ചാൻസ് യൂസ് ചെയ്ത് അവൻ ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ടേസുങ്ങിനെ കാണിക്കുന്നത്. അങ്ങനെ അവൻ ആക്സിഡന്റ് പറ്റിയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് അതേസമയം അവിടെ വെച്ച് അവൻ ഇംസോളിന്റെ അമ്മയെ കാണും. കാരണം അവര് ട്രിപ്പിന് വന്ന് കള്ളം പറഞ്ഞിട്ട് ഒരു സർജറിക്ക് വേണ്ടി വന്നേ. ഇതൊന്നറിയാതെ ഇംസോളും സുൻജയായിട്ട് മാച്ചും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് നിന്നിട്ട് അവളോട് ഒന്ന് സംസാരിക്കണം എന്നറിയും. ഇംസോൾ, എനിക്ക് സ്വിമ്മിങ് ചെയ്യാൻ പറ്റാത്തോണ്ട് എനിക്ക് വെള്ളത്തിനോട് തന്നെ വെറുപ്പ് തോന്നി. അതുകൊണ്ട് മഴ വന്നാലും എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എനിക്കൊരു വേറെ റീസൺ ഉണ്ട്, എനിക്ക് ഈ ദുഃഖത്തിനെല്ലാം മാറ്റി പിടിക്കാൻ. അത് നീയാ. കാരണം നിന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടത് മഴയത്ത് വെച്ച ആ ഒരു നിമിഷം തന്നെ ഞാൻ നിന്റെ ഉള്ളിലായിപ്പോയി. അതുകൊണ്ട് എനിക്ക് മഴയോട് വെറുപ്പുമില്ല. ഹിംസോൾ, എനിക്ക് നിന്നെ ഇഷ്ട. എന്നിട്ട് ഇവനും ഡയറക്റ്റ് ആയിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്തോടെ അവൾ എന്തോ അറിയാതെ സൈലന്റ് ആയിട്ടിരിക്കും. കാരണം അവള് വിചാരിക്കുന്ന ഇവള് ഫ്യൂച്ചറിൽ നിന്ന് വന്ന് എന്തേലൊക്കെ മാറ്റം വരുത്തുണ്ടായിരിക്കും ഇവനിങ്ങനെ പ്രേമിക്കുന്നതെന്ന്. അതുകൊണ്ട് അവളൊന്നും പറയാതിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവൻ ഇപ്പൊ തന്നെ ഉത്തരം വേണ്ടെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിക്കാതിരിക്കുമ്പോഴാണ് അതേസമയം കിം ടേസുങ്ങിന്റെ അടുത്തിരുന്ന് ഇവനൊരു ഫോൺ കോൾ വരും. അങ്ങനെ അവൻ അത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഇംസോളിന്റെ അമ്മ ഹോസ്പിറ്റലിലായ കാര്യം ഇവർ അറിയുന്നത്. അതോടെ അവൻ അപ്പൊ തന്നെ അവളെ വിളിച്ചോണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അവിടെ ചെല്ലുമ്പോഴാണ് ഇംസോൾ അറിയുന്നത് ഇവളുടെ അമ്മ ഇടയ്ക്ക് വീട്ടിൽ വെച്ച് കണ്ടോണ്ടിരുന്നത് ഇവിടുത്തെ ഡോക്ടറിനെ ആയിരുന്നു. അങ്ങനെ ഈ കാര്യം അറിഞ്ഞിട്ട് അവളും വിഷമിച്ച് പുറത്തേക്ക് ഇരിക്കും. സുൻജ, ഞാൻ വിചാരിച്ച എന്റെ അമ്മ വേറൊരു വ്യക്തിയായിട്ട് ഡേറ്റിന് പോകുന്നതായിരിക്കും. പക്ഷെ എന്റെ അമ്മയ്ക്ക് അസുഖമുള്ള കാര്യം ഞങ്ങളോട് ആരോടും തന്നെ പറഞ്ഞില്ല. എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യുക. ഇതറിയാതെ അവരില്ലാതെ ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവളും പറഞ്ഞിട്ട് കരയുമ്പോഴാണ് ഇതൊന്നും ഇവളുടെ തെറ്റില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ സമ്മാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളും ഈ കാര്യം വിളിച്ചു പറഞ്ഞതിന് കിം ടേസുങ്ങിനെ ഒന്ന് താങ്ക്സ് പറയുമ്പോഴാണ് അവന്റെ അവസ്ഥ കണ്ടിട്ട് ഇവന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കും. ഇതോടെ അവനും ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതെന്ന് പറഞ്ഞ് അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളും പെട്ടെന്ന് അവനെ ഒരു അഡ്വൈസ് തരും. അവനിപ്പോ ജീവിക്കുന്ന ലൈഫ് അവനെ കൊണ്ട് പറ്റുന്നത്ര ബെസ്റ്റ് ആയിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ അവൻ ഫ്യൂച്ചറിൽ ഇതിനെ ആലോചിച്ച് വിഷമിക്കുമെന്ന് അവൻ അഡ്വൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കേട്ട് അവന് സങ്കടം വന്നിട്ട് ഇവളിപ്പോ എന്തുവാ എന്നോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയതാണോ? അവളുടെ ഡയലോഗ് കേട്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ആയ. എന്നിട്ട് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇംസോൾ അവളുടെ അമ്മയെ കെയർ ചെയ്തിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് വീണ്ടും സുൻജ ഇവളെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നേക്കും. സുൻജ, നീ എന്തിനാ വീണ്ടും ഇവിടേക്ക് തിരിച്ചൊന്ന്, നീ വീട്ടിൽ പോയിക്കോ. എന്നിട്ട് ഇവൾ അവനോട് പറയുമ്പോഴാണ് അവൻ ആദ്യം ഇവള് കഴിച്ചോ ഇല്ലെന്ന് ചോദിക്കും. പക്ഷെ അവൾക്ക് ഇപ്പൊ വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഇനി തൊട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയും. ഇത് കേട്ട് അവന് ഷോക്കായിട്ട് ഇംസോൾ, ഞാൻ നിന്നോട് ആൻസറും ചോദിച്ചില്ലേ ഞാൻ പ്രൊപ്പോസ് ചെയ്തതിന്, പിന്നെന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും സുൻജ, ഞാൻ നിന്റെ ഫീലിങ്സിനോട് കളിച്ചെന്നാ തോന്നുന്നത്, അതുകൊണ്ടല്ലേ പെട്ടെന്ന് നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ ഫീലിങ്സ് തോന്നിയ. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും അല്ല, നീ എന്റെ ഫീലിങ്സിനോടൊന്നും കളിച്ചിട്ടില്ല. എന്നിട്ട് അവന് സംസാരിക്കാൻ വരുമ്പം അവള് നമ്മൾ തമ്മിൽ വെറുതെ കൺഫ്യൂസ് ആണെന്ന് പറഞ്ഞ് അവനെ മൊത്തത്തിൽ റിജക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് വിഷമിച്ചോണ്ട് ആലോചിക്കുന്നത് എന്തായാലും ഇവള് ഫ്യൂച്ചറിൽ നിന്ന് വന്നോണ്ട് തിരിച്ചൊരു ദിവസം പോകേണ്ടി വരും. അതിനുശേഷം സുൻജയായിരിക്കും കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് അവൾ ഇപ്പൊ തന്നെ അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് വെച്ച്.
അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസമായി ഇന്നാണ് ഇംസോളിന് ആക്സിഡന്റ് നടക്കുന്ന ദിവസം. അങ്ങനെ അതുകൊണ്ട് അവളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അന്ന് രാത്രി വരെ അവൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് 2 മണിക്കൂറും കൂടെ ഉള്ളു. അതെങ്ങനെയൊക്കെ കഴിയണമെന്ന് പറഞ്ഞ് അവൾ റൂമിൽ തന്നെ അടഞ്ഞിരിക്കുമ്പോഴാണ് ആ സമയത്ത് അവളുടെ ചേട്ടൻ ചാർജറായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും. പക്ഷെ ഇവള് പുറത്തെങ്ങും വരത്തില്ലെന്ന് തീരുമാനം എടുത്തോണ്ട് അവള് നാളെ വേണേ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവള് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് അതേ സമയം ഇവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഉടനെ സുൻജയ് സ്റ്റഡി റൂമിൽ നിന്ന് അവളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ കൊട അവിടെ മറന്നു വെച്ചേക്കുന്നതുകൊണ്ട് അവനെ തിരിച്ചെടുക്കാൻ വേണ്ടി അവൾക്ക് മെസ്സേജ് അയച്ചേക്കും. ഇംസോൾ, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തോണ്ടാണോ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? അങ്ങനെയാണ് നീ എന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നിന്നെ അൺകംഫർട്ടബിൾ ആക്കത്തില്ല എന്നിന് അവന് മെസ്സേജ് അയച്ച് അവൾ ഇപ്പം തന്നെ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് ഇട്ടേക്കും. ഇത് കണ്ട് അവളും ഇന്ന് എന്തായാലും വരാൻ പറ്റത്തില്ലെന്ന് അവന് റിപ്ലൈ ഇടുമ്പോഴാണ് അവനാണ് മെസ്സേജ് കാണാതെ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇത് കണ്ട് അവളും ഇവൻ എന്തിനാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നറിയാതെ അവളും കമ്പ്യൂട്ടർ നോക്കുമ്പം അവൻ ആ മെസ്സേജ് കണ്ടു കാണത്തില്ല. അങ്ങനെ കുറേ സമയമായി അവൻ അവൾക്ക് വേണ്ടി പ്ലേ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് ഇംസോളും പുറത്ത് നല്ല കട്ട മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവൾക്ക് വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഇവൻ വച്ച കുട എടുത്തോണ്ട് അവനെ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലും. അപ്പോഴാണ് അതേ സമയം ഇവൾക്ക് ഓപ്പോസിറ്റ് ഡെലിവറി ബോയ് പോയതോടെ ഇവൾക്കെല്ലാം ഓർമ്മ വരും. ആദ്യമായിട്ട് സുൻജയെ കണ്ടത് അവൻ പറഞ്ഞാൽ മഴയത്ത് വച്ചാന്ന്. കൂടാതെ ഇവള് ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചർ മാറ്റിയതുകൊണ്ടല്ല അവൻ ഇവളോട് ഇഷ്ടം തോന്നിയത്, അതിനു മുമ്പേ തന്നെ അവൻ ഇവളോട് ഇഷ്ടമുണ്ട്. അങ്ങനെ ആ കാര്യം അവൾ മനസ്സിലാക്കിയതോടെ ഇവള് ചെയ്ത് തെറ്റാന്ന് അവൾക്ക് മനസ്സിലാകും. അങ്ങനെ അതും ആലോചിച്ച് അവനെ കാണാൻ പോകുമ്പോഴാണ് ഇന്ന് ആക്സിഡന്റ് നടക്കുന്ന ദിവസമായതുകൊണ്ട് അതിന് കാരണക്കാരനായിട്ടുള്ള ആ സൈക്കോ കാർ എടുത്തോണ്ട് അവിടേക്ക് വന്ന് നിൽക്കും. ഇത് കണ്ടതോടെ അവൾക്ക് ഓർമ്മ വരും ഇവനാണ് ആ ആക്സിഡന്റിന് കാരണമെന്ന്. അങ്ങനെ അടുത്ത സീന് കാണിക്കുന്നത് കുറേ സമയമായിട്ട് ഇംസോളും വരാത്തോണ്ട് ഇവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ സൈക്കോയുടെ കാർ ഇവൻ കാണുന്നത്. പക്ഷെ അവനറിയത്തില്ല അതിനകത്ത് ഇംസോൾ ഉണ്ടെന്ന്. ഇപ്പോഴാണ് നമുക്ക് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സത്യത്തിൽ ഇംസോളിന്റെ കാൽ എങ്ങനെ പോയെന്നറിഞ്ഞ്. അങ്ങനെ അവൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് താമസിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളും ബസ്സിൽ വെച്ച് തന്നെ ഉറങ്ങിപ്പോകും. ഇതേ സമയം അവളുടെ അതേ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട സുൻജയും ഇത് കണ്ട് അവളെ വിളിച്ചുണർത്താൻ നോക്കുമ്പോഴാണ് ബസ് എടുത്തോടെ ഇവളുടെ കൂടെ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞ് അവൻ അവളുടെ കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യും. അങ്ങനെ കുറെ സ്റ്റോപ്പും കഴിഞ്ഞ് ഇവനും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവന്റെ കൂട്ടുകാരനും ഫോൺ വിളിച്ചിട്ട് ഇപ്പോഴും സ്റ്റോപ്പ് എത്തിയ കാര്യം പറയാതെ അവളുടെ കൂടെ ട്രാവൽ ചെയ്യണം ചെയ്യിക്കും. കാരണം സുൻജി അവൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും അവസാനത്തെ സ്റ്റോപ്പ് വരെ പോയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം കൂട്ടുകാരനും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് മുമ്പേ അവളുടെ കൂടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന പോലെ ആക്ട് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഇതും കേട്ട് അവനും ബസ് നിർത്താൻ വേണ്ടി ബട്ടൺ നിൽക്കുമ്പോഴാണ് അതേസമയം ബാഗ് ഇരുന്ന് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വീഴും. അതൊക്കെ എടുത്തു വെക്കുന്ന സമയത്താണ് ഹിംസോളും പെട്ടെന്ന് കണ്ണുറന്നിട്ട് അവളിപ്പോൾ ഏത് സ്റ്റോപ്പാന്നറിയാതെ പേടിച്ചു പോയി പെട്ടെന്ന് അവൾ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതേസമയം ഇവനാണ് ആ ബാഗിനകത്ത് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇംസോളിനെ കാണത്തില്ല. അതോടെ അവന് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് പെട്ടെന്ന് വണ്ടി നിർത്താൻ വേണ്ടി ഡ്രൈവറിനോട് പറയും. പക്ഷെ അങ്ങേരാണ് ഇനി അടുത്ത സ്റ്റോപ്പിനെ നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ആ ബസ്സിൽ തന്നെ എടുത്തും. അതേസമയം ഇംസോളും അവൾ എവിടെ ഇറങ്ങിയെന്നറിയാതെ മൊത്തം ടെൻഷനായിരിക്കും. അങ്ങനെ ഈ സ്ഥലത്ത് വെച്ചാണ് അവൾക്ക് ആക്സിഡന്റ് നടക്കുന്നത്. അങ്ങനെ അവൾ എങ്ങനെ വീട്ടിൽ പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയെ ഫോൺ വിളിച്ച് വരുത്തണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് ഒരു ടാക്സി വന്നിട്ടുണ്ട്. ഇവളും പെട്ടെന്ന് അടുത്തേക്ക് ചെന്ന് വണ്ടി എടുത്താൻ വേണ്ടി പറയും. അങ്ങനെ ഈ ടാക്സിക്കാരനാണ് മറ്റേ സൈക്കോ. അങ്ങനെ ഇവൾ അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴാണ് പുറയില് കത്തിയും കയറൊക്കെ വെച്ചേക്കും. ഇത് കണ്ടതോടെ അവൾ മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് ടാക്സി വേണ്ടെന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയ സൈക്കോയും അടുത്ത സീനിൽ തന്നെ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകും. അതേസമയം സുൻജയും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവനും വീണ്ടും ഇംസോളിനെ കാണാൻ വേണ്ടി വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളിവിടെ കണ്ണുറന്ന് നോക്കുമ്പം ഈ സൈക്കോ വണ്ടി കയറ്റിക്കൊണ്ട് അവളെ വേറെ അവിടെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാട്ടിന് നടുക്ക് പോയി ആ സൈക്കോ കാർ നിർത്തിട്ട് പോകുമ്പോഴാണ് ഇവളും പെട്ടെന്ന് കണ്ണുറന്നിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൾ അവിടുത്തെ പിച്ചത്തി തപ്പുമ്പോഴാണ് അതും കൊണ്ട് അവൾ ആ കയറ് മുറിക്കും. അതിനുശേഷം അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് ഇത് കണ്ട സൈക്കോയും അവളെ ഫോളോ ചെയ്തോണ്ട് ആ കാറി വരും. അങ്ങനെ അവള് മൊത്തത്തിൽ പേടിച്ച് അവിടെ നിന്ന് ഓടി വന്നോണ്ടിരിക്കുമ്പോഴാണ് സുൻജയ് അവളെ അന്വേഷിച്ച് അവിടേക്ക് വന്നിട്ട് അതിനുമ്പ് ഇവള് വീട്ടിൽ പോയെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അവനും കുറച്ചുപേരെങ്കിലും നടന്നു വന്നോണ്ടിരിക്കുമ്പോൾ ഇവൻ ഓപ്പോസിറ്റ് ദൂരെ ആ കനാലിന്റെ അടുത്ത് കാറ് ആരാണ്ട് ഇംസോളിനെ ഓടിച്ചോണ്ടിരിക്കുന്ന അവൻ കാണുന്നത്. ഇതോടെ അവനും മൊത്തത്തിൽ പേടിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് ഇംസോളും ആ സൈക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുമ്പം അവിടെ സുൻജയ് ഇങ്ങനെ ഓടി വരുന്ന കാണും. അങ്ങനെ ഇവനെ കാണുമ്പോഴാണ് അവൾക്ക് ആശ്വാസം വരുന്നത്. അങ്ങനെ അവസാനം ഹെൽപ്പ് ചെയ്യാൻ ഒരു വ്യക്തി വന്നെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിരിക്കുമ്പോഴാണ് പുറയുന്ന ആ സൈക്കോയും വന്ന് ഇവളെ കാറും കൊണ്ട് ഇടിച്ചിടും. ഇത് കണ്ട് സുൻജയ് മൊത്തത്തിൽ ഷോക്കാകുമ്പം ആ സൈക്കോയും ആ കാർ എടുത്തിട്ട് ഇവനെ നേരെ വന്നിട്ട് സ്മൈൽ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവന് അപ്പം തന്നെ മൊത്തത്തിൽ ടെൻഷനായിട്ട് ആ കനാലിൽ ചാടി അവളെ രക്ഷിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഈ ഒരു ആക്സിഡന്റിലാണ് അവളുടെ കാല് രണ്ടും പോകുന്നത്. അങ്ങനെ ഇവന് കനാലിൽ നിന്ന് അവൾ പുറത്തേക്ക് എടുത്തിട്ട് ഇവൾ ഒറ്റയ്ക്കാക്കി സോറി എന്ന് പറഞ്ഞ് അവന് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന്
പെട്ടെന്ന് സൈക്കോ അവിടേക്ക് വന്ന് ഇവനെ അടിച്ച് പൊട്ടിക്കും. കാരണം സുൻജെ ഇവന്റെ ഫേസ് കണ്ടതുകൊണ്ട് എവിഡൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുക. അങ്ങനെ സുൻജെ അവനെതിർത്ത് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു പോലീസ് വണ്ടിയും വരും. ഇത് കണ്ട ആ സൈക്കോ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് സുൻജെ അവനെ പിടിച്ചെടുത്തിട്ട് ആ പോലീസുകാർ ഇവന്റെ അടുത്തേക്ക് വിളിക്കും. അതോടെ ആ സൈക്കോ അറസ്റ്റ് ആവും. അതിനുശേഷം അടുത്ത സീനി ഇവന് ഹോസ്പിറ്റലിന്റെ പുറത്തിരുന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഈ ആക്സിഡന്റ് നടന്നത് സെപ്റ്റംബർ 1 അങ്ങനെ അതോടെ ആ ഫ്ലാഷ് ബാക്ക് വരും. കാരണം ഇന്നും സെപ്റ്റംബർ 1 അതുകൊണ്ട് ഇന്ന് ആ സൈക്കോ ഇവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.